എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വലിയ കാര്യഗൗരവമുള്ള വീഡിയോ ഒന്നുമല്ല, ചുമ്മാ ചിരിക്കാനുള്ള ഒരു വീഡിയോ ആണ്. പാർവതി തിരുവോത്ത് വന്ന് ഒരു വർഷം സംസാരം ഉണ്ടായി. അവർക്ക് കുട്ടികളെ വളർത്താൻ അത്ര പരിപാലിച്ച് കുട്ടികളെ വളർത്താൻ അത്ര ഇപ്പൊ താല്പര്യമില്ല. താല്പര്യമുള്ളപ്പോൾ അവർ ഒന്നെങ്കിൽ ഒരു ദത്ത് എടുക്കും, അല്ലെങ്കിൽ ഒരു പാർട്ണറെ കണ്ടുപിടിച്ച് കുട്ടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഒരിത്. അതൊരു സൈഡിൽ ഇങ്ങനെ പറഞ്ഞു പോയപ്പം അതിന്റെ അടിയിൽ നല്ല രീതിക്കുള്ള കമന്റുകളൊക്കെ വന്നു. കാരണം മലയാളി വളരെയധികം പുരോഗമന ചിന്താഗതിയുള്ള പോലെയൊക്കെ നമുക്ക് തോന്നുക, വളരെ പാർവതി അങ്ങനെ ചിന്തിച്ചാൽ ശരിയായില്ലെന്നോ ഒന്നുമില്ല. വളരെ പുരോഗമനവാദികളായ മലയാളികൾ നല്ല കമന്റ് ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് മറു സൈഡ് ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ഒരു റീലും കൂടെ ഇറങ്ങി കേട്ടോ. ഇത് രണ്ടുമാ പറയുന്നത്. ഇപ്പൊ ഒന്ന് കേൾക്കാം. I don't have a child. I've always thought of motherhood in two ways. One is people who do have children and a child rearing process changes them immensely. They struggle. I'm only a witness there. Sometimes the choice to not have a child is also a good choice to make as a mother. That's where I'm at. Like, I know what I'm capable of doing right now. I know the space I can hold for another human being. I don't think I have the bandwidth to have a child, and I think that's my best decision as a mother to make right now. And when I have that option, I may go ahead and choose that. എനിക്ക് മറ്റേ ആബ്സല്യൂട്ട്സിൽ സംസാരിക്കുന്നത് anymore, especially with regards to relationships and motherhood, I don't like it because I want to allow myself to change. Yeah. Like as a 7-year-old, 17, 27, when I got the tattoo, I was certain, right, that I'm going to adopt. I might adopt a child, I don't know. I might actually find a partner with whom I want to bring a child to the world who has both of, our qualities or whatever. It'll be nice. But as of now, I feel and a more responsible decision is to not go ahead. That doesn't mean that nurturing element in me is not. ഇത് എന്തെങ്കിലും കുട്ടികളുണ്ടാകണോ, ഇപ്പൊ ഏതായാലും ആ അവസ്ഥയില്ല. എന്തെങ്കിലും കുട്ടികളുണ്ടാകണോ എന്ന് തോന്നിയ പുള്ളിക്കാരത്തി ഒരു പാർട്ണറെ വിവാഹം കഴിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പാർട്ണറെ കണ്ടെത്തും, കുട്ടിയുണ്ടാവും, അതല്ലെങ്കിൽ ദത്തെടുക്കും. ഇപ്പൊ എന്താണേലും കുട്ടികളെ പരിപാലിക്കാനുള്ള മനസ്സൊന്നും ഇല്ല എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ മലയാളി അങ്ങോട്ട് വളരെയധികം സപ്പോർട്ടായി. അതാണ് കേൾക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ കൂടെ കാണിക്കാവേ. പേരന്റിങ് എത്ര സുഖമുള്ള ഏർപ്പാടല്ല, താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക. റിസ്ക് എടുക്കുക എന്ന്. അതെ, അമ്മയാവാൻ ഇല്ലാത്തവർ ആവരുത്. അത് മക്കൾക്ക് നരകമായിരിക്കും. ആഹാ, നല്ല ഉയർന്ന ചിന്താഗതിയുള്ള കമന്റ് ബോക്സ്. ഇതിൻ്റെ അകത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സ് സാധാരണ പാർവതി എടുത്തിട്ട് അലക്കാറാണ് പതിവ്. നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അതാണ് തന്നെയാണ് എനിക്കും തോന്നിയത്. അത്ര നല്ല സപ്പോർട്ടേ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സ്ത്രീകളാണ്. സമൂഹത്തിന്റെ ചിന്താഗതി എത്രത്തോളം മാറി. ഇത് സ്ത്രീകളാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമ്മയാകുക, മക്കളെ വളർത്തുക എന്നൊരു വലിയ ജോലിയാണ്. മാനസികമായും ശാരീരികമായും അത് ഏറ്റെടുക്കാൻ അതിന് കഴിവുള്ളവർ മാത്രം തയ്യാറാകില്ല. അല്ലാത്തവർക്ക് സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്. അതൊരിക്കലും തെറ്റല്ല. നല്ല പുരോഗമനമായി നമ്മുടെ ചിന്താഗതിയിലെ ഗുഡ് ഡിസിഷൻ. താല്പര്യമില്ലെങ്കിൽ വേണ്ട. നല്ല വിവരമുള്ള കമന്റ് ബോക്സ്. വളരെ ശരിയായ കാര്യമാണ് പറഞ്ഞത്. പേരന്റിങ് എന്ന് പറയുന്നത് അത്ര ഈസി ആയ കാര്യമല്ല. കുട്ടികളെ വളർത്തുന്ന ഉത്തരവാദിത്തം ചില്ലറയല്ല. അതുകൊണ്ട് അതിന് ഓക്കെ ആയവർ മാത്രം പേരൻസ് ആയാൽ മതി. അല്ലാതെ പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെ കൊല്ലാനും അല്ലെങ്കിൽ ടോക്സിക്കായി വളർത്താനും നോക്കാതിരിക്കുക. അമ്മയേക്കാൾ വലിയൊരു പോരാളി ഈ ലോകത്ത് മറ്റാരുമില്ല. ജന്മം നൽകിയാൽ മാത്രം അമ്മയാവില്ല, നന്നായി വളർത്തണം. ഇങ്ങനെ പോകുന്നേ. ഇതിന്റെ ഈ കമന്റ് ബോക്സ് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ട്രോൾ ഇറങ്ങി. അതാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത്. ഞാൻ ഇന്ന് ആദ്യമേ പറഞ്ഞത് അതാണ്. വലിയ സീരിയസ് വീഡിയോ ഒന്നുമല്ല. ഇതിന്റെ ഒരു കമന്റ് ബോക്സ് ആണ് കാണേണ്ട. അടുത്തതായി ഇപ്പൊ നിങ്ങൾ കേട്ടത് വളരെ സീരിയസ് ആയിട്ടുള്ള കമന്റ് ബോക്സ്, വളരെ പുരോഗമന ചിന്താഗതിയൊക്കെയുള്ള. ഇനിയാണ് നമ്മുടെ മലയാളികളുടെ ഹ്യൂമർ സെൻസ് കാണേണ്ടത്. അങ്ങനെയാണ് ചിരിക്കാനുള്ളത്. ഈ അമ്മയാകാതിരിക്കുന്നതാണ് എന്നിലെ അമ്മത്തം എന്നുള്ളതാണ് ട്രോളിന്റെ വാചകം കേട്ടോ. അത് ഓർക്കണം. അങ്ങനെ ഒരു വാചകം ഉണ്ടാക്കിയെടുത്താണ്. ആ അർത്ഥം വരുന്നത് ഏകദേശം അമ്മയാകാതിരിക്കുക എന്നുള്ളത് പാർവതി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ട്രോളർമാര് അമ്മയാകാതിരിക്കുന്നതാണ് എന്നിലെ അമ്മത്തം എന്നങ്ങാക്കി. അപ്പൊ പിന്നെ കമന്റ് വന്നിരിക്കുന്നതിന്റെ അതിനോടനുബന്ധിച്ചുള്ള കമന്റ് കേട്ടോ. ഇടി കൊള്ളാതിരിക്കുന്നതാണ് എന്നിലെ ഇടിയപ്പം,
കമന്റ് കണ്ട് ചിരിച്ച് വട്ടാകാതിരിക്കുന്നതാണ് എന്നിലെ വട്ടയപ്പം. ഒരാളുടെയും മൂക്ക് കൊള്ളാനാവില്ല എന്നതാണ് എന്നിലെ ഊത്തപ്പം. ദേഹത്ത് മണ്ണ് പറ്റാതിരിക്കുക എന്നാണ് എന്നിലെ മണ്ണപ്പം. അവസാനം കുഴിയിലാവാതിരിക്കുക അതാണ് എന്നിലെ കുഴലപ്പം. എന്റെ വക കള്ളനാകാതിരിക്കുക എന്നാണ് എന്റെ കള്ളപ്പം. കമന്റ് വായിച്ച് നെയ്യ് ഇളകിയവർക്ക് എന്റെ വക ഇരിക്കട്ടെ നെയ്യപ്പം. കമന്റ് വായിച്ച് വായിലെ വെള്ളം പറ്റിയവർക്ക് ഇരിക്കട്ടെ എന്റെ വക ഒരു വെള്ളയപ്പം. ജനിച്ചതോ ഒരു ഉണ്ണിയായിരുന്നു എന്നാണ് എന്നിലെ ഉണ്ണിയപ്പം. പോസ്റ്റ് കണ്ട് ഞാൻ വന്നപ്പം. ഇത് എന്താണ് ഇങ്ങനെ എഴുതി? ഇത് ഒരു ബോക്സ്, ഇതൊരു കമന്റ് ബോക്സ് ആണോ അതോ തട്ടുകടയാണോ? അപ്പൂപ്പനാവാതിരിക്കുക എന്നാണ് എന്നിലെ അപ്പാപ്പം എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആരുടെ മുൻപിൽ തല കുമ്പിടാതിരിക്കുക എന്നതാണ് എന്നിലെ കുമ്പിളപ്പം. കമന്റ് ബോക്സ് ഫുൾ പെശകാണെന്ന് തോന്നിയതാണ് എന്നിലെ പെശകാപ്പം. കാലത്തെ എഴുന്നേറ്റ് ജോലിക്ക് പോവാത്തതാണ് എന്റെ കൽത്തപ്പം. കമന്റുകൾ വായിച്ച് ചിരിച്ചതാണ് എന്റെ ചിരിയപ്പം. ഡയറ്റ് എടുത്ത് മെലിഞ്ഞ് നൂല് പോലെ ആകാതിരിക്കുന്നതാണ് എന്നിലെ നൂലപ്പം. കമന്റ് വായിക്കുക എന്നതാണ് എന്റെ വായിക്കപ്പം. അതെന്തുവാണോ? പണി പാലും വെള്ളത്തിൽ കിട്ടാതിരിക്കുക എന്നതാണ് എന്നിലെ പാലപ്പം. അല്ലേ അവളുടെ തള്ള, അന്ന് ഞാൻ അമ്മത്തം കാണിച്ചാൽ മതിയായിരുന്നെന്ന്. ഇതൊക്കെ കാണാതിരിക്കുന്നതാണ് നമ്മളിലെ കള്ളയപ്പം. കമന്റിൽ എല്ലാ അപ്പവും വന്നല്ലോ എന്ന് കണ്ടുപിടിച്ചതാണ് എന്നിലെ കണ്ടപ്പം. ഇങ്ങനെ അങ്ങ് പോകുന്നു കേട്ടോ, ഇതേപോലെ പോകുന്നു. ആദ്യത്തെ കമന്റ് ബോക്സ്, ഇതിനകത്ത് വലിയ ഗൗരവമില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ. ആദ്യത്തെ കമന്റ് ബോക്സിൽ മലയാളികളുടെ പുരോഗമനവാദമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നല്ല ചിന്താഗതിയിലൊക്കെ മാറ്റം വന്ന് ഫുൾ സീരിയസ് ആയിട്ടുള്ള നല്ല കമന്റ് ബോക്സ്. രണ്ടാമത്തെ കമന്റ് ബോക്സ് വന്നപ്പോഴത്തേക്കിന് അത് ഇവിടെയാണ്. അമ്മയാകാതിരിക്കുക എന്നുള്ളതാണ് എന്നിലെ അമ്മത്തം എന്ന് അവരങ്ങ് ഹെഡിങ് ഇട്ടു. അതിന് താഴെ വന്ന കമന്റാണിത്. തിരിച്ചൊരു പരുവാകും. ഇത് ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇതിൻ്റെ അകത്ത് വലിയ കാര്യവും ഇല്ലെന്ന് വീണ്ടും പറയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.